ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലുക്ക് ആൻഡ് വ്യൂ. എല്ലാവർക്കും ലുക്ക് ആൻഡ് വ്യൂയിലോട്ട് സ്വാഗതം. ദിസ് ഈസ് മീ റിയ. അപ്പോൾ നമ്മൾ ആദ്യം നെക്ക് ഓൾറെഡി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ സെന്റർ നോക്കാം. അപ്പോൾ ഏകദേശം സെന്റർ ഇവിടെയായിട്ടാണ് വരുന്നത്. അപ്പോൾ നെക്കിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ഏകദേശം ഒരു ഹാർട്ട് ഷേപ്പിലാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഹാർട്ട് ഷേപ്പ് ഇതുപോലെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ ഫ്ലവേഴ്സ് കുറച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഒന്ന് കർവ് പോലെ ഇങ്ങനെ വരും. ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. ഇവിടെയും നമ്മൾ ജോയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് കാസ്റ്റ് ഓൺ സ്റ്റിച്ചാണ്. കാസ്റ്റ് ഓൺ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ബുളിയൻ നോട്ടോ ആയിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ 3 ഫ്ലവേഴ്സ് നമ്മൾ ചെയ്യുന്നത് കാസ്റ്റ് ഓൺ സ്റ്റിച്ച് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ആങ്കർ ത്രെഡ് ഇതുപോലെ ഒരു ലെയർ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു പിങ്ക് ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം താഴേന്ന് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എടുക്കണം. അപ്പം ഏകദേശം ഞാൻ സെൻറ്ററിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ട് ആണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അത്രയും തന്നെ നീളം ഇപ്പുറത്തുനിന്ന് നീക്കിയിട്ടാണ് നമ്മൾ താഴോട്ട് കുത്തി കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അതേ പോയിന്റിലോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ മറ്റൊരു നീഡിലും കൂടി എടുത്തിട്ട് ഇതുപോലെ അതിന് തൊട്ടപ്പുറത്ത് കൂടെ നമ്മൾ ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ നോട്ടിന് കുറച്ചും കൂടി ഒരു കനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതുപോലെ നീഡിൽ ഹോൾഡ് ചെയ്യുക. 2 നീഡിലും ഒരുമിച്ച് നമ്മൾ ഹോൾഡ് ചെയ്യാം. അതിനുശേഷം ഈ ത്രെഡ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചിട്ട് തിരിച്ച് മറച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ വലിക്കുക. ഓക്കെ, അതുപോലെ എല്ലാതും നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ആക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇതുപോലെ നമ്മൾ എടുക്കുക. അതിനുശേഷം നമുക്ക് എത്ര എണ്ണ വേണമെന്ന് വെച്ചാൽ അത് നമുക്ക് തീരുമാനിക്കാം. അതിനുശേഷം നമ്മൾ ഈ നീഡിൽ എണ്ണ കൂടിയിട്ട് വലിച്ചെടുക്കുകയാണ്. ഓക്കെ, മറ്റേ നീഡിൽ മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ബുളിയൻ നോട്ടിന് ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇവിടെ മെടഞ്ഞ പോലത്തെ ഒരു ഭാഗം കാണാം ഈ അറ്റത്ത്. അത് മുകളിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിത് കുത്തി കൊടുക്കുകയാണ് താഴോട്ട്. ഇതുപോലെ നമ്മൾ 3 എണ്ണമാണ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടാമത്തെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മറ്റൊരു പോയിന്റിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഈ സെയിം ഭാഗത്തോട്ട് കൊണ്ടുവരികയാണ്. അതിനുശേഷം നമ്മൾ അടുത്ത നീഡിലും വെച്ച് കൊടുക്കുകയാണ്. അടുത്ത നീഡിൽ വെക്കുമ്പോൾ നമ്മളിതിന് തൊട്ടടുത്തായിട്ട് വേണം വെക്കാനായിട്ട്. ഓക്കെ, യൂസ് ചെയ്തിരിക്കുന്ന ത്രെഡ് എന്ന് പറയുന്നത് ആങ്കർ ത്രെഡാണ്. പിന്നെ ഇതിലെ നീഡിൽ എന്ന് പറയുന്ന റിബൺ എംബ്രോയിഡറിക്ക് നമ്മൾ വിളിക്കുന്ന ആ കുറച്ച് തടിയുള്ള നീഡിലാണ്. ഓക്കെ, അടുത്തത് നമ്മൾ ഒരു ലൈറ്റ് പിങ്ക് കളറുള്ള ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതിന് ചുറ്റുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ തുടങ്ങി
പക്ഷെ നമ്മൾ ഇതിൻ്റെ പകുതിയിൽ നിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് മാറി ഏകദേശം 1/4 ഭാഗത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ അടുത്തത് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതുപോലെ നീക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ നൂലെടുക്കുക. ഇപ്പോൾ നമ്മൾ ടോട്ടൽ 5 എണ്ണമാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ലാസ്റ്റത്തെ ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ 6ാമത്തെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ തൊട്ട് ബാക്കിൽ നിന്ന് ഇതുപോലെ എടുക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ പുറത്ത് വെക്കരുത്. അതിന് പകരമായിട്ട് ഇതിൻ്റെ ഈ ഒരു ഉള്ളിൽ നിന്നും ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരാം. ഇതേ പോയിന്റിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, മറ്റേ നീഡിലും അതുപോലെ തന്നെ ചെയ്യാം. ഈ ഒരു ഭാഗത്തു നിന്നും അതേ പോയിന്റിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, നന്നായി ടൈറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ഉള്ളിലോട്ട് കുത്തി കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഔട്ടർ ലെയറും കൂടി നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇതുപോലെ 3 എണ്ണം 3 സൈസിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴെയുള്ളത് നമ്മൾ സ്പൈഡർ വെബ് സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇതുപോലെ സ്കൈ ബ്ലൂ കളറുള്ള ത്രെഡാണ്. അപ്പോൾ നമ്മൾ ആദ്യം സെൻറ്ററിൽ നിന്ന് ഇതുപോലെ എടുക്കുക. അപ്പോൾ നമ്മൾ ഈ സെൻറ്ററിലാണ് നമ്മൾ നൂലെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ചുറ്റും ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ 5 പോയിന്റ്സ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഈക്വൽ ഡിസ്റ്റൻസിൽ. 1 2 3 4 5. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസിൽ 5 പോയിന്റ്സ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെയിം ഡിസ്റ്റൻസിൽ. അപ്പോൾ ആ പോയിന്റ്സിലോട്ട് നമ്മൾ ത്രെഡ് എടുക്കുകയാണ്. സെയിം മെത്തേഡിൽ നമ്മൾ ഇപ്പുറത്തും ചെറിയ 2-3 സ്പൈഡർ വെബ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ താഴെ ചെയ്യുന്നത് ഫ്രഞ്ച് നോട്ടാണ്. അപ്പൊ നമ്മൾ ഒറ്റ ലെയറാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ 2 പ്രാവശ്യം ഇങ്ങനെ ചുറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന ലേസി സ്റ്റിച്ചാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ 5 പെറ്റൽസ് ഉള്ള ഒരു ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സെൻറ്ററിൽ നിന്ന് എടുക്കുക. 2 ലെയറായിട്ടാണ് ആംഗിൾ ത്രെഡ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ അതേ പോയിന്റിൽ നിന്ന് ഇപ്പുറത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് 5 പോയിന്റ്സ്. അപ്പോൾ അതിലോട്ട് നമ്മളിങ്ങനെ
നീഡിലെടുക്കുക. അതിനുശേഷം നമ്മൾ നീഡിലടിയിലൂടെ ഇങ്ങനെ എടുക്കുക. അതിനുശേഷം നമ്മൾ നീഡിൽ വലിക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക, ഒരുപാട് ടൈറ്റ് ആക്കണ്ട. ഓക്കെ, അതിനുശേഷം നമ്മൾ എടുത്ത അതിൻ്റെ പുറത്തേക്കായിട്ട് നമ്മൾ ഇതുപോലെ താഴോട്ട് കുത്തി കൊടുക്കുക. ഓക്കെ, ഓക്കെ. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഈ പിങ്കിൻ്റെ ഉള്ളിൽ നമ്മൾ സ്കൈ ബ്ലൂ ആണ് ഫിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മളിവിടെ ഒരു 4 ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മളിവിടെ ലീഫ് പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഇതുപോലെ ചെയ്യുകയാണ്. നമ്മൾ റൈറ്റ് സൈഡിലെ പോലെ തന്നെ ഏകദേശം സിമിലർ ആയിട്ട്, പക്ഷെ സെയിം അല്ല, കുറച്ച് ഡിഫറൻസ് വരുത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് കാസ്റ്റൂൺ സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഡബിൾ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ നമ്മൾ ഡാർക്ക് ഷെയ്ഡും ഔട്ട് സൈഡിൽ പിങ്ക് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ലേസി സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ഫ്ലവർ പാറ്റേൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലീഫ് പാറ്റേൺ ചെയ്തിട്ടുണ്ട്.
പിന്നെ വോവൻ വീൽ സ്റ്റിച്ച് അഥവാ സ്പൈഡർ വെബ് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രഞ്ച് നോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.